നീ ചെന്ന് മാല കാണിക്കുക. മുഴുവൻ കാശും കയ്യിൽ കിട്ടാതെ മാല കൊടുക്കരുത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്താ നീ വരാത്തെ? ഇന്നലെ എന്നെ അന്വേഷിച്ച് നമ്മുടെ ഏരിയയിൽ ആരോ പോയിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. വളരെ പെട്ടെന്ന് കാശ് കിട്ടുന്നൊരു വഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. എല്ലാം കൂടി നോക്കുമ്പോൾ എന്തോ പന്തികേട് പോലെ. ശരി, ഞാൻ പോവാം. നീ കോൾ ചെയ്ത് വെച്ചോ, കട്ട് ചെയ്യണ്ട. ചില ഇവനാണോ ആ മാല മോഷിച്ചത്? അല്ല സർ, അവൻ ഇപ്പോഴും ഓട്ടോയിൽ തന്നെ. കേശുതാ ബ്രോ, ആദ്യം മാല കാണട്ടെ. എടാ, അവർക്ക് മാല കാണണമെന്ന്. നീ ആ മാല കാണിച്ചു കൊടുക്കുക. ആ ശരി. കണ്ടില്ലേ, ബ്രോ ചോദിച്ച ഡിസൈൻ ഇത് തന്നെയല്ലേ? പക്ഷെ ഇത് മുക്കാണോ എന്ന് എങ്ങനെ അറിയാനാ? കാശ് തന്ന് ഈ മാല വാങ്ങിച്ചിട്ട് കടയിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിയാൽ മതി. പരിശോധിക്കാതെ എങ്ങനെ കാശ് തരാനാ? തർക്കിക്കാൻ നിൽക്കണ്ട, അവനോട് എടുത്ത് നോക്കാൻ പറ. നോക്കിക്കോ. സർ, 90 മുതലും കള്ളന്മാരും കിട്ടിയില്ലേ? ഇനിയുമാർക്കെതിരെ സ്ട്രോങ് ആയി കേസ് എടുത്തൂടെ? നോക്കട്ടെ. എടാ പോലീസ്, എടാ ഓടി വാടാ. നീ വേഗം ഓട്ടോ എടുത്തോ. താളം ആരാ പോലീസിനെ വിളിച്ചത്? ഞാനാ ബ്രോ. താൻ എന്ത് പണിയാ കാണിച്ചത്? വേണം. അടുക്കരുത്. അടുത്താ എവിടെ ഞാൻ കൊല്ലും. എടാ, അവിടെ വിടാൻ. വേണ്ട. നീ മിണ്ടരുത്. നീ എന്നെ ചതിക്കാൻ നോക്കിയല്ലേ? കാണിച്ചു തരാം. ടോണി, മാല വാങ്ങിക്കണം. ഞങ്ങളുടെ പുറകെ വന്നാ ഇവളെ കൊന്നു കളയും. നടക്കടി ഇങ്ങോട്ട്. വണ്ടി വേഗം എടുക്കാം. വേഗം. വണ്ടിയുടെ നമ്പർ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുക. അവൻ ഈ സിറ്റി വിട്ട് പോകരുത്. നമ്മൾ ക്വിക്ക്.